നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയാൻ ലൂണയുടെ പുതിയ പകരക്കാരനായി പുതിയ വിദേശ സൈനികനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലിത്വാനിയ ക്യാപ്റ്റനായ ഫെഡറർ എന്ന് പറയുന്ന താരത്തിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ സീസൺ അവസാനം വരെ തന്നെയാണ് താരം ബ്ലാസ്റ്റേഴ്സിൽ തുടരുക. എന്തായാലും താരത്തിൻ്റെ സ്റ്റാറ്റ് നമുക്കെടുത്ത് പരിശോധിക്കാം. ക്ലബ്ബ് അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ 404 അതേപോലെ തന്നെ 66 ഗോളുകൾ താരം നേടിയിട്ടുണ്ട്. 49 അസിസ്റ്റും 27,362 മിനിറ്റ് കളിച്ചിട്ടുമുണ്ട്. നാഷണൽ ടീമിനു വേണ്ടി താരത്തിൻ്റെ അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ 89 എണ്ണമാണ്. അതേപോലെ തന്നെ 14 ഗോളുകളും 4 അസിസ്റ്റും നേടിക്കൊടുത്തിട്ടുണ്ട്. 6,502 മിനിറ്റും താരം കളിച്ചിട്ടുണ്ട്. എന്തായാലും സ്റ്റാറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും മികച്ച പ്രകടനം തന്നെയാണ് ഫെഡറർ എന്ന് പറയുന്ന താരം കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വമ്പൻ മികച്ച താരത്തിനെ സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഫെഡറർ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പുമായിട്ട് ജോയിൻ ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പ്രമുഖ മാധ്യമ റിപ്പോർട്ടറായ മാർക്കസ് മർഗ്ലോവ തന്നെയാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഫെഡറർ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിച്ച് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. എന്തായാലും മാർക്കസ് മർഗ്ലോവ മറ്റൊരു കാര്യം കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനിയും പുതിയ സൈനിങ് കാണുമോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. ആ ചോദ്യത്തിന് എന്തായാലും മറുപടി തന്നിരിക്കുകയാണ്. യെസ് എന്നാണ് മറുപടി തന്നിരിക്കുന്നത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സൈനിങ് നടത്തുമെന്ന് തന്നെയാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ ഇരിക്കാം. അതേപോലെ തന്നെ മുംബൈ സിറ്റി എഫ്.സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദേശ താരമായിരുന്നു ഗ്രെഗ് സ്റ്റുവർട്ട്. എന്തായാലും ഗ്രെഗ് സ്റ്റുവർട്ട് ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് പോലും ടീമുമായിട്ട് ഒരു മ്യൂച്വൽ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ഗ്രെഗ് സ്റ്റുവർട്ട് മുംബൈ സിറ്റി എഫ്.സിയിൽ തുടരില്ല, പകരം ഇന്ത്യയിൽ പോലും തുടരില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഗ്രെഗ് സ്റ്റുവർട്ട് പുതിയ ക്ലബ്ബിൽ സൈൻ ചെയ്തതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഗ്രെഗ് സ്റ്റുവർട്ടിന് മികച്ചൊരു ഭാവി നടന്നുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. താങ്ക് യു ഗൈസ്.